നമസ്കാരം. ആസ്ട്രോമുനിയിലേക്കു സ്വാഗതം. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരെ ആകാശത്തിലെ ഡ്രം അഥവാ പെരുമ്പറയാണ് നിങ്ങളുടെ അടയാളം. പോരാട്ടവീര്യമുള്ള ചൊവ്വ അധിപനായി വരുന്നതുകൊണ്ട് തന്നെ എത്ര തളർന്നാലും ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കാൻ നിങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ട്. 2026 നിങ്ങൾ കാലെടുത്തു വെക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം കൊയ്യാൻ സമയമായിരിക്കുന്നു. കഴിഞ്ഞ കുറേക്കാലമായി നിങ്ങൾ നേരിട്ട സാമ്പത്തിക ഞെരുക്കങ്ങൾക്കും കഠിനാധ്വാനം ചെയ്തിട്ടും ലഭിക്കാതെ പോയ അംഗീകാരങ്ങൾക്കും ഈ വർഷം ഒരു അറുതിയുണ്ടാകും. നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം അഗ്നി പോലെ ജ്വലിച്ചു നിൽക്കുന്ന ഈ വർഷം തടസ്സങ്ങളെല്ലാം വഴിമാറുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. തൊഴിൽ മേഖലയിൽ അവിട്ടം നക്ഷത്രക്കാർക്ക് 2026 ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. അവിട്ടം നക്ഷത്രക്കാർക്ക് സ്വതവേയുള്ള നേതൃപാടവം ഈ വർഷം പൂർണ്ണമായി പുറത്തെടുക്കാൻ സാധിക്കും. നിങ്ങൾ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ മാർച്ച് മാസത്തിന് ശേഷം വളരെക്കാലമായി നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഉയർന്ന പദവി നിങ്ങളെ തേടിയെത്തും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പാർട്ട്ണർഷിപ്പുകൾ ലഭിക്കാനും ബിസിനസ് വിപുലീകരിക്കാനും സാധിക്കും. സാങ്കേതിക മേഖലയിലോ സൈനിക മേഖലയിലോ നിർമ്മാണ രംഗത്തോ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം വളരെ അനുകൂലമാണ്. നിങ്ങളുടെ ആശയങ്ങൾ മേലുദ്യോഗസ്ഥരാൽ അംഗീകരിക്കപ്പെടുകയും ശമ്പള വർധനവ് പോലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. എങ്കിലും ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചൊവ്വ അധിപനായതുകൊണ്ട് തന്നെ ദേഷ്യം നിങ്ങളുടെ കൂടെപ്പിറപ്പാണ്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റത്തിൽ അല്പം നിയന്ത്രണം പാലിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ നല്ല ഇമേജിനെ ബാധിച്ചേക്കാം. സെപ്റ്റംബർ മാസത്തിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഇരട്ടി ശ്രദ്ധ പുലർത്തുക. അവിട്ടം നക്ഷത്രത്തിന്റെ അർത്ഥം തന്നെ സമ്പത്തുള്ളവൻ എന്നാണ്. 2026 ആ പേര് അർത്ഥവത്താകുന്ന രീതിയിലുള്ള ധനലഭ്യത നിങ്ങൾക്ക് അനുഭവപ്പെടും. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന വസ്തു ഇടപാടുകൾ പൂർത്തിയാകുകയും അതിലൂടെ വലിയൊരു തുക കൈവരികയും ചെയ്യും. പുതിയ വീട് പണിയാനോ വാഹനം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. എന്നാൽ പണം വരുന്നത് പോലെ തന്നെ ചിലവുകൾ വരാതിരിക്കാൻ ജാഗ്രത വേണം. ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യമായി പണം ചിലവഴിക്കുന്നത് ഒക്ടോബർ മാസത്തോടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ സ്വർണത്തിലോ ഭൂമിയിലോ പണം മുടക്കുന്നതാണ് ഏറ്റവും ലാഭകരം. ഓഹരി വിപണിയിൽ താൽപ്പര്യമുള്ളവർക്ക് ആദ്യ പകുതിയിൽ നല്ല ലാഭം ലഭിക്കുമെങ്കിലും വർഷാവസാനത്തോടെ മിതത്വം പാലിക്കുന്നത് നന്ന്. അവിട്ടം നക്ഷത്രക്കാർ 2026 തങ്ങളുടെ സ്വഭാവത്തിൽ വരുത്തേണ്ട ചില മാറ്റങ്ങൾ വിജയത്തിന് അനിവാര്യമാണ്. പിടിവാശി. ഒരിക്കൽ ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് മാറാത്ത സ്വഭാവം നിങ്ങൾക്ക് ദോഷം ചെയ്തേക്കാം. സാഹചര്യങ്ങൾക്കനുസരിച്ച് അല്പം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുക. എടുത്തുചാട്ടം. ആലോചിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ വർഷം സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്താം. ഓരോ ചുവടും അളന്നു മുറിച്ചു വെക്കുക. മുൻകോപം. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുന്നത് നിങ്ങളുടെ കുടുംബബന്ധങ്ങളെ ബാധിക്കാൻ ഇടയുണ്ട്. സമാധാനത്തോടെ സംസാരിക്കാൻ ശീലിക്കുക. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. വിവാഹം ആഗ്രഹിക്കുന്ന അവിട്ടം നക്ഷത്രക്കാർക്ക് 2026 മംഗല്യയോഗം വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് മെയ് മാസത്തിനു ശേഷം അനുകൂലമായ ആലോചനകൾ വരികയും ആഗസ്റ്റ് മാസത്തോടെ വിവാഹം നിശ്ചയിക്കപ്പെടുകയും ചെയ്യും. പ്രണയബന്ധങ്ങളിൽ സത്യസന്ധത പുലർത്തുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കാനും ബന്ധം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാനും ഈ വർഷം സാധിക്കും. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന സ്വത്തു തർക്കങ്ങൾ മുതിർന്നവരുടെ മധ്യസ്ഥതയിൽ പരിഹരിക്കപ്പെടും. മക്കളുടെ ഭാഗത്തുനിന്ന് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ ഇടവരും. ആരോഗ്യപരമായി അവിട്ടം നക്ഷത്രക്കാർക്ക് ഊർജ്ജസ്വലമായ വർഷമാണിത്. എങ്കിലും ചൊവ്വയുടെ സ്വാധീനം മൂലം ചെറിയ വീഴ്ചകൾക്കോ പരിക്കുകൾക്കോ സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ അമിത വേഗത ഒഴിവാക്കുക. രക്തസമ്മർദ്ദം, അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ ഉള്ളവർ ഭക്ഷണ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മാനസികമായി ശാന്തത ലഭിക്കാൻ ആഴ്ചയിലൊരിക്കൽ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചിലവഴിക്കുന്നതും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതും നല്ലതാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് 2026 ദോഷഫലങ്ങൾ കുറയാൻ. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും സുബ്രഹ്മണ്യ ഭുജംഗം ജപിക്കുകയും ചെയ്യുക. ഹനുമാൻ സ്വാമിക്ക് വെറ്റില മാല സമർപ്പിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ചൊവ്വാഴ്ചകളിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നത് വഴി ഗ്രഹദോഷങ്ങൾ മാറും. അവിട്ടം നക്ഷത്രക്കാർക്ക് 2026 വെറുമൊരു വർഷമല്ല, അതൊരു ആഘോഷമാണ്. നിങ്ങൾ വിതച്ച നന്മകളുടെ ഫലം കൊയ്യാൻ പോകുന്ന സുവർണകാലം. തടസ്സങ്ങൾ കണ്ടു ഭയപ്പെടരുത്, കാരണം നിങ്ങളുടെ നക്ഷത്രം പറയുന്നത് നിങ്ങൾ ഒരു പോരാളിയാണെന്നാണ്. ആത്മവിശ്വാസത്തോടെ മുന്നേറുക. ലോകം നിങ്ങളുടെ കാൽക്കീഴിലാകും. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വർഷം നേരുന്നു.